ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ എനിക്ക് നല്ല കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ നല്ല ചൂടിൻ്റെ സമയമൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നല്ലൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതാ ഞാൻ ഒരു മാങ്ങ ഇതിപ്പോൾ ഏകദേശം 250 ഗ്രാമിൽ കൂടുതൽ തന്നെ ഉണ്ട്. 1/4 കിലോ കൂടുതലുണ്ട്. നല്ല വലിയ മാങ്ങയാണ്. അപ്പോൾ ഇതൊരെണ്ണം മതിയാവും. അപ്പോൾ ഞാനിതാ എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയായതിനു ശേഷം തൊലിയെല്ലാം നീക്കം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ പീസസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ പാല് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഫ്രീസറിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാങ്ങ ഞാനിനി തണുപ്പിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ നാരുകളൊന്നും വലുതായിട്ടില്ല കേട്ടോ. ചില മാങ്ങയ്ക്ക് ഭയങ്കര നാരായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അടിച്ചെടുത്താൽ തന്നെയും അരിച്ചെടുത്ത് ഇല്ലെങ്കിൽ പിന്നെ അത് കുടിക്കാൻ കൊള്ളത്തില്ല. നാര് തൊണ്ടയിൽ കുരുങ്ങുകയൊക്കെ ചെയ്യത്തില്ലേ. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല, നല്ല മാങ്ങയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാങ്ങ എല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം, ഒരു മണത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ തണുപ്പിച്ച പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാല് മുഴുവനും അങ്ങ് കട്ടയായിട്ടില്ല കേട്ടോ, കുറച്ച് ഇങ്ങനെ കട്ടയായിട്ടുണ്ട്. കുറച്ച് ഭാഗം ഇങ്ങനെ പാലായിട്ടായി കിട്ടിയേ. അപ്പോൾ അതിതാ മുഴുവനും ഞാൻ കട്ട് ചെയ്ത്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, ആവശ്യത്തിനുള്ള തണുപ്പ് എന്തായാലും ഉണ്ട്, കിട്ടും മാങ്ങ അടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് അടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഒരു തുള്ളി പോലും പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാര അത്ര ആരോഗ്യത്തിന് നല്ലൊരു സാധനമല്ല. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ മധുരം കഴിവിൻ്റെ പരമാവധി കുറഞ്ഞിരുന്നാലും പ്രശ്നമല്ല. പഞ്ചസാര ഇടാതെ തന്നെ കുടിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല, ഈ മധുരം മതി. ഒന്നാമത് നല്ല ദാഹമുണ്ട്, ചൂടുമുണ്ട്. ഒത്തിരി പഞ്ചസാര ഒന്നും കുടിക്കണ്ട. പല പല രോഗങ്ങളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പഴയ നമ്മുടെ ജീവിത രീതിയിലേക്കൊക്കെ ഇനി ഒന്ന് തിരിയുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞിലൊക്കെ, അതിന് മുമ്പുള്ളവരൊക്കെ എന്തിതായിട്ടാണ് ജീവിച്ചിരുന്നത്. അന്നൊന്നും ഈ രോഗങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെയൊക്കെ നമ്മുടെ ജീവിത ശൈലികളെല്ലാം ഒന്ന് മാറ്റി നമ്മൾ ഈ പഞ്ചസാരയും അമിതമായതിൻ്റെയൊക്കെ ഉപയോഗമൊക്കെ കുറച്ച് നമ്മുടെ ആരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളെ അങ്ങനെ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ബായ്.